ആരുടേതാണ്? കർത്താവിൻ്റെതാണ്. ഞാൻ കർത്താവിൻ്റെതാണെന്ന് തിരിച്ചറിയുക. ഐ ആം നോട്ട് ഓർഫൻ, ഐ ആം നോട്ട് അബാൻഡൻഡ്. ഞാൻ ഒറ്റയ്ക്കല്ല. ഞാൻ ആരുടെ സ്വന്തമാണ്? ഈശോയുടെ സ്വന്തം, കർത്താവിന്റെ സ്വന്തം. ആ വാക്യം ശ്രദ്ധിച്ചേ. ഞാൻ കർത്താവിൻ്റെതാണെന്ന് ഒരുവൻ പറയും. സ്വന്തം കയ്യിൽ കർത്താവിനുള്ളവൻ എന്ന് മുദ്രണം ചെയ്യും. ഇംഗ്ലീഷ് ബൈബിൾ നമ്മളിങ്ങനെ വായിക്കാം. ദ ലോർഡ്സ് അപ്പോസ്ട്രോഫി ടു ദിസ്, ദ ലോർഡ്സ്, കർത്താവിൻ്റെത്, കർത്താവിൻ്റെത്. ഞാൻ ആരുടേതാണ്? കർത്താവിൻ്റെത്. ഞാൻ കർത്താവിൻ്റെതാണെങ്കിൽ എന്റെ കാര്യം ആര് നോക്കിക്കോളും? കർത്താവ് നോക്കിക്കോളും. നിങ്ങൾ നിങ്ങളുടെ മക്കളെ കുറിച്ചോ ജീവിത പങ്കാളിയെ കുറിച്ചോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുമ്പോഴും അവരുടെ ഉള്ളിലോട്ട് ഈ ബോധ്യം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ കർത്താവിനുള്ളതാണെന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ തിരിച്ചറിയട്ടെ. ഞാൻ കർത്താവിനുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളുടെ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കായിരിക്കും, നല്ലതാണ്. പക്ഷേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയും കൂടിയാണ്. കർത്താവെ, രോഗിയായ എന്റെ ഈ പ്രിയപ്പെട്ട ആൾ അങ്ങയുടേതാണെന്ന് ആ ആൾക്ക് ബോധ്യം കിട്ടട്ടെ. ഞാൻ ആരുടെ